ഓക്കെ ഗേസ്, ഞങ്ങളിന്നൊരു ചെറിയൊരു പരിപാടിയാണ്. നമ്മുടെ സ്റ്റിക്ക് എന്ന വീട്ടിലെ ആൻറ്റിയും അച്ഛനും ഉണ്ട്. അവർ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ പിള്ളേരെല്ലാം അകത്താണ്. അവരെല്ലാം വന്ന് നമ്മൾ അവിടെ മൊബൈൽ കൊടുത്ത് അവിടെ നിർത്തിയേക്കുവാണ്. പിന്നെ രണ്ടാമത്തെ കേസിൽ ഞങ്ങൾ ചെറിയ ഇന്നൊരു പരിപാടി ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ ഇച്ചിരി കപ്പയും ഇച്ചിരി മീനും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചുമ്മാ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളതൊന്ന് ഇച്ചിരി ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. വലിയ സന്തോഷമൊന്നുമില്ല, എന്നാൽ പോലും ചെറിയൊരു ഞങ്ങളുടെ ഒരു സന്തോഷം. ഞങ്ങളിതിൽ ട്രെയിനൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ റെയിൽവേയുടെ സൈഡിലാണ്. എൻ്റെ വൈഫാണ് കപ്പ കഴുകുന്നത്. വൈഫിന് നേരത്തെ കപ്പ കഴുകി പരിചയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ മക്കളെല്ലാം കണ്ടോണ്ടിരിക്കുക. ഇവിടെ മുകളിൽ ക്യാമറയുണ്ട്. അവർ ദുബായിൽ നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. എല്ലാവരും രണ്ടുപേരും ഇവിടെ നിന്ന് കാണുന്നുണ്ട്. മനസ്സിലാവും, എഡിറ്റിങ്ങും ഓക്കെ. അപ്പോൾ കപ്പയുടെ പരിപാടി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അടുത്ത് നമ്മൾ മീൻ ഒരെണ്ണം കട്ട് ചെയ്ത് പകുതി ഞാൻ വെച്ചതാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ സൈഡിലൂടെ വെച്ചാണ്. ഒന്നുകൂടി നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുകൂടെ ഇതാവും. വെള്ളത്തിൽ നെയ്യ് ഇറങ്ങി. ഓക്കെ, ഇവിടെ ഏകദേശമൊക്കെ പണി കഴിഞ്ഞ് കിടക്കുമായിരുന്നു. നല്ല വൃത്തിക്കൊന്ന് കഴുകണം. നമ്മുടെ പിള്ളേരെല്ലാം കഴിക്കുന്നതുകൊണ്ട് ഇച്ചിരി വൃത്തിയാക്കുക. ഒരു 1.5 കിലോ ഉണ്ട് ഈ മീൻ. രണ്ടും കൂടെ 3 കിലോയാണ്. അവിടെ നിന്ന് അച്ഛൻ ചോദിക്കുന്നത് ഫുള്ളായിട്ട് വറക്കുവാണോ? അടുത്ത് കാണിക്കുന്നത് പാനും മുറിച്ചത് ഒറ്റല്ല പരിപാടി ചോദിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കും. അല്ല, മഴയാടിരിക്കണം. ഇതിവിടെ നമ്മൾ കട്ട് ചെയ്യണേ. പോസ് ചെയ്യണം, പോസ് ചെയ്യും. റെഡൊക്കെ ഉണ്ട്, വെള്ളം ചോരയൊക്കെ ഉണ്ട്. ഇങ്ങനെ ചില സമയത്ത് ഇളകി വരത്തുള്ളൂ. സൂസമാറ്റ് കൊള്ളാം. എന്നാ അവലെ വാ. എന്തോ അവനോട് പറ, ഇങ്ങോട്ട് വരാൻ പറ. പിള്ളേരാകുമ്പോൾ അങ്ങനെയാണ് എല്ലാ വീട്ടിലും അതൊക്കെ തന്നെ. അപ്പോൾ അതിനോടൊന്നും
അവനെ പിടിച്ചോ, അവനെ പിടിക്കണ്ട. അവനെ വാ, ഉമ്മി കേട്ടു വാ, അവനിങ്ങി വാ, കാണിച്ചു കൊടുക്കും. അവന് കണ്ടോ ഉമ്മി കേട്ടുവാ. ഒരു ആയി വെച്ചേക്കും, ഒരു ആയി വെച്ചേക്കും. ഹായ് കുഞ്ഞൊക്കെ ചിത്തങ്ങൾ പറഞ്ഞാൽ കേൾക്കും അല്ലേ? കേൾക്കണം. ഇതിന് വയറൊക്കെ മുറിക്കും ചിത്തങ്ങളെ. ചിത്തങ്ങളെ ഇതിങ്ങനെ മുറിക്കും അല്ല. എന്നിട്ട് നമ്മൾ മുറിച്ച് ആവി എങ്ങനെ ഇങ്ങോട്ട് നോക്കി ആവി വെക്കും. ആവി വെക്കുവോ? വെക്കുവോ? ആളിച്ചിരി ദേശീയക്കാരനാണ് കേട്ടോ. ആളിച്ചിരി ട്രൂക്കഡാണ്, അതായത് ദേഷ്യമുള്ള മനുഷ്യനാണ്. നമ്മുടെ കുഞ്ഞാണ്. നമ്മുടെ അവരെന്ന് പറഞ്ഞാൽ അങ്ങ് ജീവനാണ് അല്ലേ? അവരെ ആയി കൊടുത്തോ, ഒന്ന് ഒരു ആയി കൊടുത്തേ. എന്തോ പറ്റിയോ? ഒരായോട് കൊടുത്തേക്കെ. ആ ആയി, രണ്ട് കൈ ആ. അതാണ് ആരോൺ. ആരോൺ ഭയങ്കര പെട്ടെന്നുള്ള ട്രൂക്കഡ് മൈൻഡാണ്. എല്ലാം ഈ വീട്ടിലെ ആൻറ്റിയുടെ മക്കളാണ്. മക്കള് രണ്ടുപേരും ഗൾഫിലാണ്. ഒരാൾ എവിടെയാണ്? ദുബായ്. എവിടെ? ഒരാൾ ദുബായ്. എല്ലാം ദുബായിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ രീതിയിൽ നമ്മുടെ രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ കൊണ്ട് വരുന്നത് സ്നേഹം. എൻ്റെ ഭാര്യ വരും, എൻ്റെ പിള്ളേർ വരും. ഒരു സന്തോഷം ആകുന്ന പരിപാടിയാണ്. നമുക്ക് ഞായറാഴ്ചയായിട്ട് ആ അച്ഛനെ കണ്ടിട്ട് മദ്യപിക്കാത്ത ഒരാളാണ് തോന്നുന്നു അല്ലേ? ഞാൻ മദ്യപിക്കും. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊന്ന് കൂടുന്നതാണ്. അതൊരു ലൈവ് ആക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ലൈവ് വേണ്ടെന്ന് വെച്ചു. ഞങ്ങൾക്കൊരു വീഡിയോ ആക്കണത് മതിയെന്ന് തോന്നി. കാരണം ലൈവിൽ പോകുമ്പോൾ ഇനിയിപ്പം മക്കളൊക്കെ ഗൾഫിലാണ്. അപ്പം അവരെന്തേലും പറഞ്ഞാൽ ഞാൻ കേൾക്കണം. പറയത്തില്ല എന്നാണ് നമ്മുടെ ഉറപ്പ്. ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് വറക്കാൻ പോവാണ്. ഫുള്ള് വറുത്ത് പിള്ളേരെയും ഞങ്ങളെല്ലാം കൂടെ ഒരു ചെറിയ സെറ്റപ്പാണ്. നോക്കാം നമുക്ക് എത്രമാത്രം വിജയമാവുന്നു. ആദ്യമായിട്ടുമാണ് ഇതുപോലെ ചെയ്യുന്ന ഒരു വീഡിയോ, ആദ്യമായിട്ടാണ്. പിന്നെ കാണാത്തവർ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ അച്ഛനും അമ്മയകത്താണ്, ആൻറ്റിയകത്താണ്. അവർ രണ്ടുമാണ് എനിക്ക് സ്റ്റിക്കും വീഡിയോയും എല്ലാ സപ്പോർട്ടും എനിക്ക് തരുന്നത്. ദുബായിൽ നിൽക്കുന്ന എൻ്റെ 2 പെങ്ങന്മാരും ഒരു ആങ്ങളയുണ്ട്. ആങ്ങളയല്ല, ഒരു അനിയനും ഉണ്ട്. എല്ലാവരും ഇത് കാണുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, കട്ട് ഈ കാര്യം നല്ല വൃത്തിക്ക്. ഹായ് ഗ്യാസ്, നമ്മൾ എല്ലാം കട്ട് ചെയ്ത് സീനാക്കി. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇത് വേണമെന്ന് പറഞ്ഞു. നമ്മൾ ആൻറ്റി കറിവേപ്പില പറിച്ചിട്ട് വന്നു. കറിവേപ്പില ഇച്ചിരി പറിച്ചു. പിന്നെ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടാണ് വറക്കാൻ പോകുന്നത്. ഇത് വൈഫ് പറഞ്ഞു ഇങ്ങനെ വെച്ച്, ആൻറ്റിയും പറഞ്ഞു ഇങ്ങനെ വെച്ചാൽ നല്ലതാണ്, അത് മുറിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഇതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ കേസ്. ആവേല് ശങ്കരി കൊടുത്തു. ഇതേ ഇവിടെ ശങ്കരി കൊടുത്തു. ആവേലേ ഒരു ഹായ് കാണിച്ചേക്കെ. ഭയങ്കര പാടാ. ഞാൻ ഈ വീട്ടിലോട്ട് കയറുവാണ്. നമ്മളെ ഇനിയിപ്പം വറുത്തത് മോനെ കപ്പയൊന്നു റെഡിയാക്കിയത് ഉസമതി. ഇവിടെ മീനിവിടെ ഇരിപ്പുണ്ടേ. റെഡിയാക്കി വെച്ചതാണ്. കപ്പ റെഡിയാക്കി വെച്ചതാണ്. കപ്പ റെഡിയായി. കറിവേപ്പില പറിക്കാൻ പോയപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ സൂസമാൻ്റെ ആ സമയം കൊണ്ട് നമ്മുടെ ആൻറ്റി എല്ലാം കപ്പ റെഡിയാക്കി. കപ്പ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഈ മീൻ മറക്കുന്ന വീഡിയോ. എണ്ണ ഒഴിക്കുകയാണ് ഞങ്ങൾ വറക്കാൻ വേണ്ടിയുള്ള. സൂസമാൻ്റെ എണ്ണയെല്ലാം ഒഴിക്കുകയാണ്. തിളയ്ക്കണം. കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട്
വറക്കാനുള്ള സൂസമ്മനെയാണ് അതിനെ എല്ലാ നമുക്ക് തരുന്നത് സപ്പോർട്ട്. നമ്മളാദ്യം വെളുത്തുള്ളി ഇട്ട് ഞങ്ങൾ കറിവേപ്പിലൂടെ സൂസമ്മാൻ്റെ ഇട്ടു. സൂസമ്മാൻ്റെ തന്ത്രമാണ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് പോയി അറിയുക. അതാണ് ആരോട് ഇത് ഇത്ര വലിയ മീനൊന്ന് കഴിക്കാം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും ആരോൺ സൈലൻ്റാണ്. ചൂടായിട്ടുണ്ട്, എടുത്തിട്ടോ. സൂസമ്മാൻ്റെ അല്ലേ കൈ. ഇട്ടു. നമ്മൾ 2 മീനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. നമുക്ക് ചെറിയ ഉരുളൊന്നും കിട്ടത്തില്ല. എല്ലാം ഇച്ചിരി ഒന്നും കൊണ്ടിരിക്കണ്ടേ, എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ലാലപ്പാടാണ് വയ്യ, അത് പ്രായമായോണ്ടാ വയ്യായി. വെള്ളം അടിച്ചിട്ടില്ല കേട്ടോ. ആരോണെ നോക്കി, ആരോണെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ആരോണെ ഏറ്റേക്കുന്നത്? സൂസമ്മാനയുടെ കൊച്ചുമോനാണ്. നമുക്ക് സപ്പോർട്ട് ഇവിടെ ഭയങ്കരമാണ്. നമുക്കൊരു സ്വന്തം വീട് പോലെ. എൻ്റെ വീട് ഇതല്ല, എൻ്റെ വീട് അപ്പുറത്താണ്. ചൂണ്ടയും സ്റ്റിക്ക് റീലും തന്ന പൂവും എല്ലാം മേടിക്കാൻ പൈസ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരാണ്. അപ്പം ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്യണം, ഇല്ലാത്തൊരു ചാനൽ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. നേരിട്ടാണ്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ഇച്ചിരി എണ്ണ കൂടെ വേണം. അതിനു വേണ്ടി ലാലപ്പാണ് ഇച്ചിരി എണ്ണ കൂടെ ഒഴിക്കുവാണ്. എൻ്റെ അച്ഛനെ തുല്യമാണ്, ആൻറ്റി എൻ്റെ അമ്മയെ തുല്ലിക്കുവാണ്. മതി, അത്ര മതി. എണ്ണ ഒന്ന് മൂക്കണ്ടേ, മൂക്കുന്ന വരെ എണ്ണ വേണം. അമ്മക്കുട്ടി ഓക്കെ, പനിയൊക്കെ മാറിയോ? നമ്മളിപ്പോ താർക്കാൻ പോവില്ലേ? ഓക്കെ. സ്പീഡ് കഴിയടാ. ആയിട്ടില്ല. ആയില്ല. ആയോ? ആയോ? ആയിട്ടില്ല. ഞങ്ങൾ ഇത് കഴിക്കണം. ആരോൺ നമ്മുടെ ഒരു ഇവിടുത്തെ മൂത്ത മോനാണ് ആരോൺ. ആയിട്ടില്ല. സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്, ആയി വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ പേപ്പർ ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാം ഗ്യാസ് ഞങ്ങളെല്ലാം അറിയാത്തവരാണ്, എല്ലാം സപ്പോർട്ട് ചെയ്യണം. ആവേ ഇങ്ങോട്ട് നോക്കി. ഒരായി വെച്ച് ആയി ചങ്കരി ആയി. ആയില്ല, എന്തില്ല. വേട്ടെ നമ്മൾ വേവിക്കുമല്ലോ. ഇപ്പം 1.5 കിലോ മീനല്ലോ. അത് മാറിക്ക. എണ്ണ വില പോരാ.
ഒരു കത്ത് കൂടെ പിടിക്കണം നമുക്ക് അമങ്ങിയില്ല. അത് വരും, അത് വരും. രസമല്ലേ മീനല്ലേ? ഏതൊക്കെ ആയി ഈ എണ്ണ കൂടുതൽ ആയി ആയി മൂത്തിട്ടുണ്ട്. സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. വെച്ചേക്കുക അതിങ്ങനെ പൊട്ടാൻ വേണ്ടി രണ്ട് കരിവേപ്പിലയുടെ ഞങ്ങളുടെ പരിപാടിയാണ്. ഇച്ചിരി നല്ല ആയിക്കോട്ടെ കിട്ടുക. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? ആവേ പറഞ്ഞില്ല, ആവേ പറഞ്ഞു, സൂപ്പർ പറഞ്ഞില്ല. ആവയ്ക്ക് പറയാൻ സമയമില്ല. ആവേ ഒരു സൂപ്പർ പറഞ്ഞേ. ഇവിടെ ഇവിടെ ആ സൂപ്പർ. അമ്മക്കുട്ടി സൂപ്പർ. ഓക്കെ.